അപ്പോൾ ഹലോ മച്ചാന്മാരെ, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഇന്ന് നമ്മൾ പോകുന്നത് തിരുവല്ലയ്ക്കാണ് പോകുന്നത്. പുലർച്ചെ 2:30-2:45 ഈ ഒരാഴ്ചയുടെ ഒരു ഉറക്ക ക്ഷീണം സത്യമായിട്ടും കയറിയിട്ടുണ്ട് ഗൈസ്. ഇന്ന് ചിരിക്കാൻ പോലും ഒരു ഉള്ളിൽ നിന്ന് അങ്ങോട്ട് പറ്റണില്ല, എന്തോ എന്നിട്ട് പറയാമോ വയ്യാണ്ടായിട്ടേ. അപ്പോൾ ഉറക്കത്തിൻ്റെ മൂല്യത വലിയ സാധനമാണ്. നമ്മൾ വിചാരിക്കും ഉറക്കമില്ലായിരുന്നു നമുക്ക് പറ്റുമെന്ന്. ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് പിന്നെയാണ് വരിക. ഇപ്പോൾ ഏകദേശം ഒരു ലിമിറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ട്രെയിനിൽ പോയിട്ട് ഉറങ്ങണം, അവിടെ പോയിട്ട് ഉറങ്ങണം, ഒന്ന് ഉറങ്ങിയിട്ടൊന്ന് സെറ്റാവണം. അപ്പോൾ നമുക്ക് കണ്ണൊക്കെ ഒന്ന്, അയ്യോ ഞാൻ പറയണില്ലേ, സംസാരിക്കാൻ പോലും പറ്റില്ല, കണ്ണടച്ച് പോയെങ്കിൽ. അപ്പോൾ നമുക്കിനി എന്തായാലും ട്രെയിൻ എത്തുമ്പോൾ കാണാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ ട്രെയിനാണ് ഇപ്പോൾ മുന്നിൽ വന്നുകൊണ്ടിരിക്കണേ. അപ്പൊ ഇനി എന്തായാലും നമുക്ക് തിരുവല്ല എത്തിയിട്ട് കാണാം. വേറെ 10ാമത്തെ കോച്ചിന്ന് പറഞ്ഞിട്ട് 12ാമത്തെ കോച്ചിലേക്ക് വരണേ. എന്താവോ, നമുക്കിനി എന്തായാലും തിരുവല്ല എത്തിയിട്ട് കാണാം. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ തിരുവല്ല എത്തിയിട്ടുണ്ട്. സമയമായത് 5:30 മണിയായിട്ടുണ്ട്. നമുക്കിനി മാമൻ മത്തായി ഹാളിൽ എത്തിയിട്ട് കാണാം. ഗായ്സ്, അപ്പോൾ നമ്മൾ തിരുവല്ലയിൽ എത്തിയിട്ടുണ്ട്, അല്ല നമ്മുടെ ക്ലാസ് ഹാളിൽ എത്തിയിട്ടുണ്ട്. നമുക്കിനി എന്തായാലും ക്ലാസ്സിൻ്റെ ഇടയിൽ വെച്ചിട്ട് കാണാം. അല്ല അതെ, ഇരുട്ടിലേക്ക് സഞ്ചരിക്കുന്ന. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഓറ ബോക്സിംഗ് ഉണ്ട്. തിരുവല്ലയിലെ ക്യാമ്പ് ഒഫീഷ്യലായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സമയം 9:30 ആയിട്ടുണ്ട്. നമുക്ക് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ പരസ്യത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 മണിക്കൂറിനുള്ളിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടച്ച ഫീസ് മടക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും നിർത്താൻ തോന്നെങ്കിൽ ഇപ്പൊ നിർത്താം, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. എന്താ ഉദ്ദേശിക്കുന്നത്? കണ്ടിന്യൂ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എൻ്റെ പേര് പ്രസന്നൻ. ഞാൻ ഔറ ബോക്സിങ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇവിടെ എത്തിയതാണ്. ഔറ ബോക്സിങ്ങിനെ കുറിച്ച് പറഞ്ഞാൽ വളരെ ശാസ്ത്രീയമായിട്ട് വളരെ വേഗം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് അതിൻ്റെ രൂപം കൊടുത്തിട്ടുള്ളത്. ഇവിടെ പ്രാക്ടീസ് ചെയ്തതിൽ നിന്ന് അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വളരെ നല്ല രീതിയിൽ വളരെ വേഗം അഭ്യാസ മുറകൾ അഭ്യസിക്കാൻ പറ്റുന്ന ഒരു ശൈലിയിലാണ് അത് രൂപപ്പെടുത്തിയിട്ടുള്ളത്. നമസ്കാരം, എൻ്റെ പേര് സാജൻ ജോർജ്. ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു.
ഒരു 6 മാസം മുൻപേ FBയിൽ കണ്ട അഡ്വർടൈസ്മെന്റ് പ്രകാരം ഞാൻ ഈ ക്ലാസ്സിന് രജിസ്റ്റർ ചെയ്യുകയും ചില സാങ്കേതിക തടസ്സം കൊണ്ട് 2 മാസത്തിന് ശേഷമാണ് എനിക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിച്ചത്. ഈ ഓറ ബോക്സിങ്ങിനെ കുറിച്ച് കേട്ടപ്പോൾ മുതൽ ഇതിൽ പങ്കെടുക്കണമെന്ന് എനിക്ക് വലിയ താല്പര്യമായിരുന്നു. കാര്യം ഞാൻ ഇതുവരെ പഠിച്ചിട്ടുള്ള മാർഷൽ ആർട്സിന്റെ ടെക്നിക്കുകളോ അതിൻ്റെ സ്റ്റെപ്പുകളോ കാര്യങ്ങളോ ഒന്നുമല്ല. നമ്മുടെ സമയം നഷ്ടപ്പെടുത്തുന്ന കുറേ സാമ്പത്തികം നഷ്ടപ്പെടുത്തി കുറേ മാർഷൽ ആർട്സിന്റെ പുറകെ പോയിട്ടുണ്ടെങ്കിലും വളരെ സിമ്പിളായിട്ട് വളരെ ടെക്നിക്കലായിട്ട് ഏതൊരു സാധാരണക്കാരനും പെട്ടെന്ന് പഠിക്കാവുന്ന രീതിയിൽ ഇതിനെ രൂപകൽപ്പന ചെയ്ത പ്രതീഷ് മാഷിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളുന്നു. എൻ്റെ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആണ് ഒരു മാർഷൽ ആർട്സിൻ്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആദ്യം ഇതിനെപ്പറ്റി കേട്ടപ്പോഴെനിക്ക് കുറച്ച് ഡൗട്ട്സ് കാര്യങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, എസ്പെഷ്യലി എനിക്ക് ഫീൽ ചെയ്ത് മെൻ്റൽ ഫോക്കസ് അതുപോലെ ഫിസിക്കൽ എൻഡറൻസ് നമ്മുടെ ഒരു കപ്പാസിറ്റി എത്രമാത്രമാണെന്ന് അറിയാൻ കഴിഞ്ഞു. ഇവിടെ വന്നപ്പോൾ ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് ഫൈറ്റ് ചെയ്തപ്പോൾ തന്നെ നമ്മളുടെ എൻട്രൻസ് കാര്യങ്ങൾ ഇതുപോലെ എസ്പെഷ്യലി കാർഡിയാക് എൻട്രൻസ്, ഞാൻ ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന ആളാണ്, പക്ഷെ എന്നാലും നമ്മളുടെ ആ എൻട്രൻസ് ലെവലൊക്കെ വളരെ മോശമാണ്. അതുപോലെ ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റി, മൂവ്മെൻറ്റ്സ് കാര്യങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം വളരെ നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ ഉറപ്പായിട്ടും എനിക്ക് 6 ക്ലാസ് കഴിയുമ്പോൾ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരും. അല്ലെങ്കിൽ നല്ല യോറ ബോക്സിങ്ങിലെ നല്ലൊരു സ്റ്റുഡൻറ്റ് ആയി നല്ലൊരു ട്രെയിനി അല്ലെങ്കിൽ ഭാവിയിൽ എനിക്കും ഒരു ട്രെയിനറാകാൻ പറ്റുമെന്നൊക്കെയുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് തോന്നുന്നുണ്ട്. താങ്ക് യു. എൻ്റെ പേര് അശ്വിൻ എന്നാണ്. ഞാൻ കരുവറ്റയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഈ ഓറ ബോക്സിങ്ങിനെ കുറിച്ച് ഇൻസ്റ്റഗ്രാമിൽ ആഡ് കണ്ടാണ് വന്നത്. അപ്പോൾ എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയാതാണ് വന്നത്, ഇത് എങ്ങനെയാണെന്ന്. പക്ഷെ വന്നതിന് ശേഷം എന്താ പറയുക, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടുന്ന് കിട്ടിയത്. പ്രത്യേകിച്ച് പ്രജീഷ് മാസ്റ്റർ നല്ല രീതിക്കാണ് ക്ലാസ്സുകളെല്ലാം കണ്ടക്ട് ചെയ്തത്. എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചുവടുകളൊക്കെ ഞാൻ പഠിച്ചെടുക്കാൻ പോലും പറ്റുമെന്ന് വിചാരിച്ചതല്ല. ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റി. നല്ല രീതിക്കായിരുന്നു ക്ലാസ്സുകളും കാര്യങ്ങളും എല്ലാം നടന്നത്. ഇതിൻ്റെ മൂവ്മെൻറ്റ് സ്പീഡും എല്ലാം നമുക്ക് ഒരേ സമയം എല്ലാം നല്ല രീതിക്ക് അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് അത് ചെയ്യാൻ പറ്റുമെന്നുള്ള നല്ലൊരു ഉറപ്പുണ്ട്. കാരണം എല്ലാം ഓവറോൾ നോക്കുകയാണെങ്കിൽ വന്നതൊരു നല്ലൊരു കാര്യമായിട്ട് തന്നെ തോന്നുന്നു. ഇനി തുടർന്നുള്ള ക്ലാസ്സുകളിലും മുന്നോട്ട് എന്തായാലും പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ. എൻ്റെ പേര് റോണി ജോസഫ്. ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു. FB കണ്ടൊരു പോസ്റ്ററാണ് ഞാൻ ഓറ ബോക്സിനെ പറ്റി അറിയുന്നത്. അപ്പോൾ ഞാൻ പ്രതീഷ് സാറിനെ വിളിക്കുകയും സാർ അതിനെപ്പറ്റി വേണ്ട കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പറഞ്ഞു തരികയും ചെയ്തു. ഇന്ന് എനിക്കിവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റി. ക്ലാസ്സിൽ വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പുകളെല്ലാം പറഞ്ഞു തന്നു. നല്ല ക്ലാസ്സാണ്. എല്ലാവരും ഇത് അറിഞ്ഞിരിക്കണം. നമ്മുടെ എല്ലാവരും ഇത് പഠിക്കണമെന്ന് എൻ്റെ ആഗ്രഹം. നമ്മുടെ സെൽഫ് കോൺഫിഡൻസും നമുക്ക് ഇപ്പോൾ ആവശ്യമാണ്. അതിനുവേണ്ടി നല്ലൊരു സ്റ്റെപ്പുകളും വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പുകളാണ് ഇത് പറഞ്ഞു തരുന്നത്. എല്ലാവരും ഇത് പഠിക്കണമെന്ന് ഞാൻ അവർക്കൊന്ന് പറഞ്ഞു തന്ന സാറിനോടുള്ള നന്ദി സ്നേഹം ഞാൻ അറിയിക്കുന്നു. പ്രതീഷ് കൃഷ്ണ മാഷിൻ്റെ മാർഷൽ ആർട്സ് ഔറ ബോക്സ് എന്ന് നമ്മൾ ഫേസ്ബുക്ക് വഴി കണ്ടപ്പോൾ ആദ്യം ഒരു കൗതുകമായിട്ടാണ് തോന്നിയെങ്കിലും ഇവിടെ വന്ന് അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിന് നല്ലൊരു കോൺഫിഡൻസ് വരുന്നിട്ടുണ്ട്. ഇത് മറ്റുള്ള ആയോധന കലയെ അപേക്ഷിച്ച് വെറൈറ്റി ആയിട്ട് മാഷ് ചെയ്തെടുത്ത ഈ ബോക്സിങ് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഔറ ബോക്സിനെ കുറിച്ച് എനിക്ക് നല്ല അറിവൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഇതുപോലെ ഫേസ്ബുക്കിൽ കണ്ടിട്ടാണ് ഈ ഒരു ആർട്സിന് വന്നത്, ഇതുപോലെ പ്രാക്ടീസിന് വന്നത്. ഫസ്റ്റ് ഡേ ആയിരുന്നു. നല്ലൊരു അനുഭവമായിരുന്നു. തിരുവല്ല വെച്ചാണ് നടന്നത്. നല്ലൊരു 30 സ്റ്റെപ്പ് മാസ്റ്റർ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അത് നല്ല രീതിയിൽ മനസ്സിൽ ഇരുത്തം വരുത്തി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരണം. അതാണ് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഒരു നല്ല ക്ലാസ്സാണ്. ഗായ്സ്, അപ്പോൾ നമ്മുടെ നമ്മുടെ തിരുവല്ല ക്യാമ്പ് ഹൗസ് നനച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയം 5 മണിയാണ്. നമ്മുടെ ട്രെയിൻ 6:45. ക്ഷീണമായി, കൈയൊക്കെ വറയ്ക്കാൻ. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുമെന്ന് എനിക്കറിയില്ല. എൻ്റെ കൈയും കണ്ണൊക്കെ അടഞ്ഞു തുടങ്ങി, കൈ വറച്ചു തുടങ്ങി. അയ്യോ, ഇനി ഉറങ്ങിയില്ലെങ്കിൽ പണിയാവും. അപ്പം പിന്നെ എന്തെങ്കിലും ഒന്ന് ഫുഡ് കഴിച്ചിട്ട് എത്തിയിട്ട് കാണാം. കൈ വറച്ചു തുടങ്ങിയിട്ടൊക്കെ. അപ്പോ ഗായ്സ്
ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ നിങ്ങൾക്കറിയാമായിരുന്നല്ലോ, ക്യാമ്പുകളുടെ ഇടയിൽ എൻ്റെ ഒരു സെം എക്സാം ഉണ്ടായിരുന്നു. റിസൾട്ട് വന്നു, കുഴപ്പമില്ല, നല്ല റിസൾട്ടായിരുന്നു. ഞാൻ നമ്പർ പറയണില്ല, എനിക്ക് പൊങ്ങച്ചം പറയാൻ ഇഷ്ടമല്ല, വെറുതെ. അപ്പോൾ നമുക്കിനി എന്തായാലും ഫുഡ് കഴിക്കുമ്പോൾ കാണാം. അപ്പോൾ ഹലോ ഗൈസ്, അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു, ഇപ്പം എനർജി ഒക്കെ കിട്ടി. അപ്പോൾ നമ്മൾ തിരുവല്ല തൃശ്ശൂർക്കല്ല പോകുന്നത് ഗൈസ്. നമ്മൾ കുറച്ച് ടൈമിന് ശേഷം വീണ്ടും ഒരു സ്റ്റേ ഉള്ള ക്യാമ്പാണ് നമ്മൾ എടുക്കണേ. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തേക്കാണ് പോണേ. നമ്മൾ കഴിഞ്ഞ മാസം പറഞ്ഞ പോലെ ഇനി നമ്മൾ തിരുവനന്തപുരം ഞായറാഴ്ചയാണ് നിൽക്കുക, നമുക്ക് വലിയ ഹോള് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മള് തിരുവനന്തപുരം എത്തിയിട്ട് അവിടെ റൂം എടുത്തിട്ട് നാളെ YMCA പോയിട്ട് ക്ലാസ് എടുക്കും. അപ്പോ അതോടെ നമ്മുടെ ഇന്നത്തെ തിരുവല്ലയിലത്തെ ക്യാമ്പിന്റെ വ്ളോഗ് അവസാനിക്കാണ്. എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഇതുപോലത്തെ വ്ളോഗ്സിന് വേണ്ടി ഓറാബോക്സിന്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓറാബോക്സിനെ പറ്റി അറിയാനും പഠിക്കാനും വേണ്ടിയുള്ള ഡീറ്റെയിൽസ് മൊത്തം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഒരു പുതിയൊരു വ്ളോഗുമായി കാണുന്നവരെ ടാറ്റ, ബൈ ബൈ.